ഇതൊരു സാധാരണ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയതുകൊണ്ട് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എങ്കിലും നമ്മൾ ഈ ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സ്നേഹം അറിയിക്കുവാണ്. അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ നമ്മളെ ചാനലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പുതിയതായിട്ട് കാണുന്നവരൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. ഇന്നിപ്പോൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നെത്തോലി മീനാണ്. അപ്പോൾ നെത്തോലി തോരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ, കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കല്ലുപ്പ്, പിന്നെ ഇതിൻ്റെ ബാക്കി ചേരുവയൊക്കെ ഇതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ചതച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ള് കണ്ടതിന് ശേഷം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോകരുത്. കാന്താരി മുളക് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കാന്താരി മുളകും കൂടെ ഒന്ന് ചെറിയ രീതിയിൽ കല്ലൊന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഒന്ന് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പേസ്റ്റ് മാതിരി അരയ്ക്കുകയൊന്നും ചെയ്യരുത്. എത്ര മീനാണോ എടുത്തിരിക്കുന്നത് അതിലും ഇത്തിരി കൂടെ ഒന്ന് കൂട്ടി വേണം നമ്മൾ തേങ്ങ എടുക്കാനായിട്ടുള്ളത്. നമ്മൾ നെത്തോലി തോരൻ വയ്ക്കുമ്പോഴത്തേക്കാണെങ്കിലും മീൻ പീര വയ്ക്കുമല്ലോ, മീൻ പീര വയ്ക്കുമ്പോഴത്തേക്കൊക്കെ ഇത്തിരി അധികം തേങ്ങ എടുക്കാനായിട്ടൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ ഒന്ന് ചതച്ച് എടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു തോരത്തിന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് കല്ലിൽ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാകുമ്പോഴത്തേക്ക് തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇറങ്ങി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാനും പറ്റും. അത്രയും നല്ല ടേസ്റ്റും കിട്ടും. ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൊടിഞ്ഞ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അരകല്ലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇടികല്ലുണ്ടല്ലോ, അതിൽ കുറേശ്ശെയായിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കല്ലിൽ എങ്ങനെയാണോ അരച്ചെടുക്കുന്നത് അതേമാതിരി തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ചെറിയുള്ളി എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് വീഡിയോ പിന്നെ വന്നിട്ടൊന്ന് ഓണാക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ മണമൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതൊന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കല്ലുപ്പ് വെച്ച് അരയ്ക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് നമ്മളെ ഈ ഒരു ചാനലിൽ എനിക്ക് നേരത്തെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമൊക്കെ ഞാൻ ഇതുപോലെ തോരത്തിനാണെങ്കിലും അവിയലിനാണെങ്കിലും എന്തെങ്കിലും അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കറിവേപ്പിലയുടെ കൂടെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടെ വെച്ച് കൊടുക്കും. പിന്നെ ഇപ്പോഴും കുറച്ച് നല്ല ജീരകം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണക്ക കുരുമുളകുണ്ടല്ലോ, അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് അതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിക്ക് അങ്ങ് പേസ്റ്റ് മാതിരി അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോഴും ഞാൻ അരച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്ലുന്നതെല്ലാം ഇനിയിപ്പോൾ ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, ഇതിന് വേണ്ടുന്ന ചേരുവകൾ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെത്തോലി തോരൻ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇടുന്ന വീഡിയോസിലൊക്കെ വന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അധിക വെള്ളം എടുക്കുന്നില്ല. കല്ല് കഴുകിയിട്ട് ഇതിൻ്റെ മാത്രം നമ്മൾ വെള്ളം എടുക്കുന്നതേ ഉള്ളേ. നമ്മൾ മീനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതൊക്കെ എന്താണെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കല്ല് കഴുകി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വലത് സൈഡിലോട്ടും ഇടത് സൈഡിലോട്ടും നമ്മൾ വെള്ളം ചരിച്ചെടുക്കാനായിട്ട് നോക്കരുത്. നിൽക്കുന്ന ഭാഗത്ത് എങ്ങോട്ടാണ് ആ ഒരു സൈഡിലോട്ട് വേണം ഇതിൻ്റെ വെള്ളം എടുക്കാനായിട്ട്. പിന്നെ നേരത്തെ ഞാൻ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിനെ കൊണ്ട് അടുപ്പ് നന്നായിട്ട് പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്ടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മയം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം വേണം ഇനിയിപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കടുക് വറുത്തിട്ട് വേണം ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതിനിടയ്ക്ക് എനിക്കൊന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നേ. കറിവേപ്പിലയും വറ്റൽമുളകും ഇച്ചിരി ഒന്ന് മൂത്തിട്ട് വേണം നമ്മൾ ചെറിയുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പം എൻ്റെ കയ്യിലിരുന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തു പോയത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നേരത്തെ തന്നെ നമ്മൾ തോരത്തിന് വേണ്ടിയിട്ട് അരച്ചെടുത്തപ്പോഴത്തേക്ക് ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഉള്ളിലും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞായിട്ടുള്ള രീതിയിലൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഉള്ളിലൊന്ന് മഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ആ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലെ നമ്മൾ നേരിട്ട് ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയാണ് ഈ ഒരു മീനൊന്ന് വെന്ത് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, നെത്തോലി മീൻ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും വെള്ളം ചേർക്കണ്ടേ, വെള്ളം ചേർക്കാതെ എങ്ങനെ വേവിച്ചെടുക്കുമെന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് ക്ഷമയോട് കൂടി ഇരുന്ന് കണ്ടതിന് ശേഷം ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
നെത്തോലി മീനെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളം ഇതൊന്ന് തന്നെ ഇറങ്ങും, നെത്തോലി മീനെന്നും ചെറിയ ഉള്ളിൽ നിന്നൊക്കെ. ഇതിലിപ്പോൾ നമ്മൾ ഉപ്പുനീര് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ കല്ലുപ്പ് നമ്മൾ ചേർത്തിട്ടാണ് ചേരുവ എല്ലാം അരച്ച് മാറ്റിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇനിയിപ്പോൾ ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കപ്പ അവിക്കുന്നതിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ കപ്പയ്ക്ക് വേണ്ടിയിട്ട് മത്തി അവിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ചേർത്തിട്ടാണല്ലോ ആ ഒരു വീഡിയോ നമ്മൾ ഇട്ടത്. അപ്പോൾ അതിൽ 2-3 കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നമ്മൾ മീൻ അവിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ പുളി ചേർക്കണ്ടേന്നൊക്കെ. പുളി ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചോറിന് വേണ്ടിയിട്ടല്ലല്ലോ, കപ്പ വേവിച്ചപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ചേമ്പിനാണെങ്കിലും ചേനയ്ക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ മീനൊക്കെ അവിച്ചെടുക്കുമ്പോഴത്തേക്ക് പിന്നെ തക്കാളി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ പിണംപുളിയും സാദാ പുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കരുത്. മീൻ അവിച്ചെടുക്കുമ്പോഴത്തേക്ക് പ്രത്യേക നല്ല ഒരു ടേസ്റ്റാണ്. അധികം കാന്താരി മുളകോ അല്ലെങ്കിൽ മണമുള്ള മുളക് എന്തെങ്കിലും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ നേരത്തെ മീൻ വേവിക്കാൻ വെച്ചതൊന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി പകുതിയോളം മീനൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് അരച്ച് വെച്ചിരുന്ന ചേരുവ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കല്ലിൽ നിന്ന് നമ്മൾ അതിൻ്റെ ചേരുവയൊക്കെ എടുത്ത സമയത്ത് അതൊന്ന് കല്ല് കഴുകിയിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ചേരുവ മാത്രമാണേ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തതും. അപ്പോൾ അത്യാവശ്യം അതൊന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങാപ്പാലും നമ്മൾ ആ ഒരു ചേരുവയൊക്കെ ചേർത്തിട്ടാണല്ലോ അടച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകത്തിന് ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ പച്ചവെള്ളമോ ചൂടുവെള്ളമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അരച്ച് വെക്കുന്ന അരപ്പിൻ്റെ കൂട്ടും അതുപോലെ തന്നെ മീൻ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയുള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയേ. അപ്പം നമ്മൾ ഈ ഒരു മീൻ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ കൂടെ നിന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചട്ടിക്ക് അടിക്ക് പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, മൺചട്ടിയിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക്. അപ്പോഴും നമ്മൾ നെത്തോലി തോരത്തിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് തുറുതുറ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തവിയുടെ ഈ ഒരു പിടി വെച്ചിട്ടൊന്ന് ഇളക്കി ചിക്കിത്തോത്തി എടുക്കുന്നുണ്ട്. ചിക്കിത്തോത്തി എടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് തുറുതുറ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ 2-3 തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ 1-2 മിനിറ്റ് അടുപ്പിൽ വെച്ചിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ നെത്തോലി തോരനൊക്കെ ഒന്ന് മാറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ വേവിച്ച് ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ.